ഇനി എനിക്ക് സംസാരിക്കാനുള്ളത് AP സമസ്തയെ അന്ധമായി വിശ്വസിക്കുകയും അതിന്റെ ആരാധകരായി മാറുകയും ചെയ്തിട്ടുള്ള ആളുകളോടാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. നിങ്ങളുടെ ഇടയിൽ തന്നെ രണ്ട് വിഭാഗക്കാർക്ക് രണ്ട് നിയമമാണ്. ഈ പറയുന്ന മുട്ടിപ്പടിത്തങ്ങൾ നിങ്ങൾ പലരും വളരെ വലിയ രീതിയിൽ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന വ്യക്തി, അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ വെച്ച് ഈ രൂപത്തിലുള്ള തെറ്റായ ആശയങ്ങളുള്ള ഒരു പുസ്തകം പുറത്തു വന്നപ്പോ നിങ്ങളുടെ സമസ്ത ഇടപെട്ടുകൊണ്ട് അദ്ദേഹത്തെ കൊണ്ട് തിരുത്തിച്ചു, ആ പുസ്തകം പിൻവലിപ്പിച്ചു എന്നാണ് പറയുന്നത്. എന്നാൽ അപ്പുറത്ത് മറ്റൊരാളുണ്ടല്ലോ, പേരോട് അബ്ദുറഹ്മാൻ സഖാഫി. എത്ര വർഷമായി സുന്നത്ത് ജമാഅത്തിന്റെ ആദർശങ്ങൾക്കെതിരിൽ, ആശയങ്ങൾക്കെതിരിൽ അദ്ദേഹം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു, സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട് ഇതുവരെ അദ്ദേഹത്തെ കൊണ്ടൊന്ന് പിൻവലിപ്പിക്കാൻ, ആ രൂപത്തിലുള്ള ഒരു കുറിപ്പെങ്കിലും പുറത്തിറക്കിപ്പിക്കാൻ നിങ്ങളുടെ സമസ്തക്ക് സാധിക്കാതെ പോയത് എന്തുകൊണ്ടാണ്? ഈ പറയുന്ന മുട്ടിപ്പടിത്തങ്ങൾ ഉൾപ്പെടെയുള്ള നിങ്ങളുടെ നേതാക്കൾ എന്തുകൊണ്ട് പേരോടിനെ ഭയപ്പെടുന്നു? യഥാർത്ഥത്തിൽ നിങ്ങളുടെ തലകളെ നിയന്ത്രിക്കുന്നത് പേരോടിനെ പോലെയുള്ള ചില വാലുകളാണെന്ന് അഹ്സനി ഉസ്താദ് പറഞ്ഞത് യാഥാർത്ഥ്യമായിരുന്നു അല്ലേ? നിങ്ങളുടെ അവസ്ഥ കാണുമ്പോൾ ശരിക്ക് സഹതാപവും അതുപോലെ തന്നെ സന്തോഷവും തോന്നുക. ഈ വിഷയം തന്നെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഇമാം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെതിരിൽ ഈ രൂപത്തിലുള്ള പുസ്തകം ഈ പറയുന്ന സ്ഥാപനത്തിൽ നിന്ന്, നിങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോ, സാവിയത്തു സൂഫിയ പറഞ്ഞപ്പോ ഞങ്ങൾക്കെതിരിൽ നിങ്ങൾ തെറി വിളിച്ചു. എന്നാൽ ആ പുസ്തകം പിൻവലിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ അതിന്റെ പ്രസാധകർ പറയുന്നത്. നിങ്ങൾ ഇനി എന്ത് ചെയ്യും? അതുകൊണ്ട് ഈ തറവാടിനോട് കൂറ് കാണിക്കാത്ത സയ്യിദന്മാരാണെന്ന് അവകാശപ്പെടുന്ന ഇത്തരം ആളുകൾ അവർക്ക് വേണ്ടി സ്വന്തം ഈമാൻ നഷ്ടപ്പെടുത്തണോ വേണ്ടേ എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കുക എന്ന് മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ.